എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ ഒരു പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ഒരു കറണ്ട് എനർജി എന്താണെന്നും അതുപോലെ അവിടെ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണെന്നും നമുക്ക് നോക്കാം. റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പായി ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെ മാത്രം, റെസൊണേറ്റ് ആകുന്ന കാര്യങ്ങളെ മാത്രം അട്രാക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം റീഡിംഗ് കാണാൻ ശ്രമിക്കുക. അപ്പം ആ ഒരു പേഴ്സണിൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. Six of Wands, Four of Cups, Four of Wands, Eight of Pentacles, Seven of Cups, Death, and Three of Swords, and Temperance. അപ്പോൾ ഇവിടെ ആ ഒരു വ്യക്തിയുടെ കറണ്ട് എനർജി നമുക്ക് നോക്കിയാൽ ആ ഒരു വ്യക്തി ഇപ്പോൾ ഇരിക്കുന്നത് ഒരു അതായത് ഒരു സെലിബ്രേഷൻ സ്റ്റേജിൽ, അതായത് എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലോ അങ്ങനെയുള്ള കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയൊക്കെ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു മൊമെൻറ്റിലാണ് ആളിപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ ആൾ അവിടെ ഒരു സെലിബ്രേഷൻ്റെ മൂഡിലാണെങ്കിൽ പോലും ആളുടെ ഉള്ളിലുള്ളത് ഒരു ഓവർ തിങ്കിങ്ങും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി തന്നെയാണ്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ആൾക്ക് വളരെയധികം ഒരു മിസ്സിങ് എനർജിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ഓർക്കുന്നത് നിങ്ങളെക്കുറിച്ചായിരിക്കാം. കാരണം ഈ ഒരു, അതായത് ആ ഇരിക്കുന്ന ആ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ലൈഫിലുള്ള ഒരു നല്ല അച്ചീവ്മെൻറ്റിൻ്റെ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ആണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടത്. അദ്ദേഹം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് അദ്ദേഹം എത്തേണ്ട ഒരു അതായത് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിയപ്പോൾ കൂടെ നിങ്ങളില്ല. അപ്പം എപ്പോഴും ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ ഒരു പ്രസൻസ് അദ്ദേഹത്തിന്റെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അതിനെ എൻജോയ് ചെയ്യാൻ. ഇപ്പം നമ്മൾ പുറമേ കാണിക്കുന്ന ഇമോഷൻ ആയിരിക്കില്ല ആളുടെ ഉള്ളിലുള്ളത്. അപ്പം പുറമേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ആൾ നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കും. പക്ഷെ ഉള്ളിൽ എപ്പോഴും ഒരു മിസ്സിങ് എനർജിയാണ്. ഭയങ്കരമായി കൺഫ്യൂസ്ഡ് ആണ് ഉള്ളിൽ. ഇവിടെ ത്രീ ഓഫ് സോർഡ്സ് ആണ്. അപ്പം വളരെയധികം ഹാർട്ട് ബ്രേക്ക് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആളുടേത്. അപ്പം ആൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു മിസ്സിങ് എനർജി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഇവിടെ. ആ ഒരു പഴയ മൊമെന്റിലേക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒന്നിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള, നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒന്നിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ ഒരു സക്സസ്സിലേക്ക് എത്തിയതായിരിക്കാം. അപ്പം ഒരുപാട് നാളത്തെ ആ ഒരു ഹാർഡ് വർക്ക് ആയിരിക്കാം ചിലപ്പം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്ന ആ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നുണ്ട് ഇതിനെ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്നത് നിങ്ങളായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിരുന്നത് നിങ്ങളായിരുന്നു. നിങ്ങളുടെ ഒരു പ്രസൻസ് ഇവിടെ ഇല്ലാത്തത് അദ്ദേഹത്തിന് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് കൊടുക്കുന്നത്. അപ്പം കാര്യം എന്തൊക്കെ അച്ചീവ് ചെയ്താലും ഈ ഒരു ഹാപ്പി മൊമെന്റിനെ എൻജോയ് ചെയ്യാൻ ആ ഒരു പേഴ്സണ് കഴിയുന്നില്ല. കാരണം ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വളരെയധികം പെയിനാണ്. ആള് വിചാരിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു ഹാർമണിയിൽ എത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു നോ കോണ്ടാക്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വിളിച്ച് പറയണം, നമ്മൾ ഒന്നിച്ച് കണ്ട ആ ഒരു സ്വപ്നത്തെ ഞാൻ നേടി എന്നൊക്കെ അദ്ദേഹത്തിന് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ ചെറിയ തടസ്സങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സണിനെ വിളിക്കുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യില്ലയോ എന്നൊക്കെയുള്ള പേടിയായിരിക്കാം. അപ്പം ഈ ഒരു കാര്യം വിളിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പേഴ്സണെ ഇൻസൾട്ട് ചെയ്താലോ, അദ്ദേഹം നിങ്ങളെ ചിലപ്പോൾ വേദനിപ്പിച്ചിട്ടായിരിക്കാം പോയിട്ടുണ്ടാവുക. അപ്പം അതൊക്കെ മനസ്സിൽ വെച്ച് നിങ്ങൾ ബിഹേവ് ചെയ്താലോ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ അങ്ങനെ നിൽക്കുന്നത്. അപ്പം
ആളുടെ കൂടെ അല്ലെങ്കിൽ ആളുടെ കൂടെ ഇപ്പോഴുള്ള ആൾക്കാരുടെയൊക്കെ മുമ്പിൽ വളരെ ഹാപ്പി ആയിട്ടാണ് അഭിനയിക്കുന്നത്. ലൈക്ക് അഭിനയിക്കുക എന്ന് തന്നെ പറയാം. അപ്പം ഉള്ളിലുള്ള ഒരു ഇമോഷൻ എന്ന് പറയുന്നത് വളരെ തീവ്രമായിട്ട് അതായത് ആളുടെ പാസ്റ്റിലേക്ക്, ആളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളിലേക്ക്, ആളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു മൊമെന്റ്സിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം വിചാരിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻസിനെ ഒന്ന് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ, അതായത് ഇതിനെല്ലാം ഒന്ന് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം വളരെ തീവ്രമായിട്ട് ഒരു ഡെത്ത് ആൻഡ് റിബർത്ത് എനർജിയാണ്. അപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ മൊമെന്റ്സിനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഇപ്പോഴുണ്ടായ ഈ ഒരു ഫിസിക്കൽ സെപ്പറേഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. കാരണം നിങ്ങൾ ഇമോഷണലി വളരെ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും മിസ്സിങ് എനർജി ആ ഇരിക്കുന്ന മൊമെന്റിലും. അദ്ദേഹത്തിന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റിലായിരിക്കും ഇപ്പൊ എത്തി നിൽക്കുന്നത്. അതുപോലും എൻജോയ് ചെയ്യാൻ പറ്റാതെ, അപ്പൊ അത്രത്തോളം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു സെപ്പറേഷൻ പീരീഡിന് ഒരു അവസാനം വന്ന് വീണ്ടും ഒരു എന്താ പറയാ, ഒരു റീകൺസിലേഷൻ ഇതിനുണ്ടായിരുന്നെങ്കിൽ എന്ന് വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്തൊരു ഡിവൈൻ ഇടപെടൽ വേണം ഇതിൽ. ആൾക്ക് അതായത് ആൾക്ക് ചിലപ്പോൾ ഒന്നും ഇതിനകത്ത് ആക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പം പൂർണ്ണമായിട്ടും ഡിവൈനിൽ ട്രസ്റ്റ് ചെയ്ത് തന്നെയാണ് ആ ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതാണ് ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്നും കൂടി ഒന്ന് നോക്കി നോക്കാം. Lovers, Five of Cups, Seven of Swords, Devil, Nine of Cups, Six of Pentacles, Magician, Four of Swords, Ace of Pentacles, Queen of Wands. അപ്പൊ ഇവിടെ ആ ഒരു പേഴ്സണിന് നിങ്ങളോടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് വളരെ തീവ്രമായിട്ടുള്ള ഒരു ഫീലിങ്സ് തന്നെയാണ്. ലൈക്ക് അത് അവിടെ വളരെ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സ്നേഹമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു വളരെ തീവ്രമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഫിസിക്കലി ഒരു അങ്ങനത്തെ ഒരു ആഗ്രഹം കൂടെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് തീവ്രമായിട്ട് തന്നെ ഉണ്ട്. അതായത് നിങ്ങളാണ് ആ ഒരു വ്യക്തിയുടെ സോൾമേറ്റ് എന്ന് ആ ഒരാൾക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഒരു ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന എല്ലാ ഫീലിങ്സും ആ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്തുണ്ട്. കാരണം അത്രത്തോളം നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ അടുത്തതായിരിക്കാം. അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു സെപ്പറേഷൻ പോലും നിങ്ങളുടെ രണ്ടുപേരുടെയും താല്പര്യപ്രകാരം ആയിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് വന്ന ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം, ഒരു തേർഡ് സിറ്റുവേഷൻസ് എല്ലാം വന്ന് ഇതിനകത്തൊരു കളി കളിച്ചതുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് വന്നതെന്ന് ഈ ഒരു വ്യക്തിക്കും നിങ്ങൾക്കും നന്നായിട്ട് അറിയാം. അപ്പം അതാണ്. അപ്പം ആ ഒരു പേഴ്സൺ നിങ്ങളെ എവിടെയോ ഒരു ചതി നിങ്ങളോട് ചെയ്തിട്ടുണ്ട് എന്നതിൽ നിങ്ങൾക്കുള്ള ആ ഒരു പെയിൻ ആ ഒരു വ്യക്തിക്കും ഇപ്പോൾ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു, നിങ്ങളോട് റെസ്പോൺസിബിൾ ആയിരുന്നില്ല, നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് തന്നില്ല എന്നൊക്കെയുള്ള ഒരു ഗിൽട്ട് എനർജിയിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക്, നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ആ ഒരു വ്യക്തി അവരുടെ ലൈഫിലെ ഒരു നല്ല മൊമെന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് എന്തോ ഒന്ന് അച്ചീവ് ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെന്റിലായാൽ പോലും ആ ഒരാൾക്ക് അതിനെ ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനകത്തുനിന്ന്
ഒരു പുറമെ കാണിക്കുന്ന എക്സ്പ്രഷൻ അല്ലാതെ ആളുടെ ഉള്ളിൽ ആൾ എപ്പോഴും പുറകോട്ട് നോക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രത്തോളം നിങ്ങളിൽ ഒരു അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആൾക്ക് വളരെ തീവ്രമായ ഒരു ആഗ്രഹമുണ്ട് ഇത് ഒരു മാനിഫെസ്റ്റേഷനിലൂടെയൊക്കെ നിങ്ങളെ എത്രയും പെട്ടെന്നൊന്ന് ഇങ്ങനെ ലൈക്ക് ഒരു മജീഷ്യനെ പോലെ വന്ന് നിങ്ങളെ ഒന്ന് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെ വീണ്ടും പഴയതുപടി ആക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ആൾ വളരെ അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു സ്നേഹം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുണ്ടായിരുന്ന ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എല്ലാം ആൾ എപ്പോഴും ഇങ്ങനെ ഓർമ്മയിലേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഈ ഒരു പേഴ്സൺ ഇപ്പം നിലവിൽ ഒരു ആക്ഷൻ എടുക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അത് വളരെ ചെറിയൊരു പീരീഡിലേക്കാണ്. കാരണം ഒരു റെസ്റ്റ് മോഡിലേക്കാണ് ആൾ പോയിരിക്കുന്നത്. ഇതിനകത്തുള്ള ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിലുള്ള ഒരു പ്രോബ്ലംസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റും. കാരണം ഇതൊക്കെ ഒരു മജീഷ്യൻ എനർജി എന്ന് പറയുമ്പോൾ ആൾക്ക് എന്തിനേയും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള, അതായത് ആൾക്ക് വേണ്ട കാര്യങ്ങൾ ഏതിനെയും അതായത് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ കഴിയുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി വിചാരിക്കുന്നതും ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഈ ഒരു മജീഷ്യൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഏത് കാര്യത്തെയും മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ആ ഒരു പേഴ്സണെ തിരിച്ച് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് എടുക്കണമെന്നാണ് ആ ഒരു വ്യക്തി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു പുതിയ തുടക്കം, അവർക്കറിയാം നിങ്ങളിപ്പോൾ ആക്ഷൻ എടുക്കുന്നില്ല എന്നും നിങ്ങളിപ്പോൾ ഒരു ആ ഒരു വ്യക്തി ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം നിങ്ങളിപ്പോൾ ഒന്ന് സൈലൻ്റ് ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പം നിങ്ങളൊരു ആക്ഷൻ അതിനകത്ത് എടുക്കണം, ഇതൊരു പുതിയ തുടക്കമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം തീവ്രമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻ്റ് ഉണ്ട്, കറേജ് ഉള്ള, വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, വളരെ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടേത്. ഇതെല്ലാം ആ ഒരു പേഴ്സൺ ഇപ്പോൾ അവരുടെ ഒരു തോട്ടിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓവറോൾ എനർജി എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സണിന് ആളെന്ത് ലൈഫിൽ അച്ചീവ് ചെയ്താലും നിങ്ങളെക്കാൾ മുകളിലല്ല ആളുടെ ഒരു അച്ചീവ്മെൻറ്റും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കറണ്ട് എനർജിയിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു റീഡിങ്ങിൽ വരുന്ന എനർജീസ്. ഇതിൽ റെസൊണേറ്റ് ആകുന്നത് മാത്രം നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുക. അതുപോലെ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിനും ബ്ലെസ്സിങ്സിനും എല്ലാം ഒരുപാട് നന്ദി. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ, ഏതെങ്കിലും ഒരു രീതിയിലല്ല, ലൈക്ക് എങ്ങനെയും തിരിച്ചു വരിക എന്നുള്ളതല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ആശംസകൾ.